ഞാൻ എനിക്ക് ഉറുദു അത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടും ഈ പേർഷ്യൻ അത്ര തീരെ അറിയാത്തതുകൊണ്ടും എനിക്ക് തീരെ എത്തപ്പെടാത്ത എന്നാ കേൾക്കണം എന്നൊക്കെ അറിയണം എന്നൊക്കെ പൂതിയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് കൂടുതൽ കേൾക്കണം എന്ന് ഈ പിന്നെ അമീർ ഖുസ്രു പേർഷ്യനിലായിരുന്നു കൂടുതലും, പേർഷ്യൻ കവിയായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഗാലിബ്, നമ്മൾ അസദുള്ള ബേഗ്, മീർ അസദുള്ള ബേഗ് എന്നാണ് ഗാലിബ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഗാലിബ് എന്നല്ല, ഗാലിബ് അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ്. ഈ ഗാലിബിൻ്റെ ദില്ലി എന്നാണ് പറയുക സാധാരണ. ഒരുപാട് കവികൾ ദില്ലിയെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഗാലിബായിരിക്കും. ഗാലിബിൻ്റെ ദില്ലി അദ്ദേഹം പറയുന്നുണ്ട്, ഏക് റോസ് അപ്നി റൂഹ് സെ പൂച്ചാ കെ ദില്ലി ക്യാ ഹെ तो यो जवाब में कह गई दुनिया मानो जिस्म है दिल्ली उसकी जान है എന്ന് പറഞ്ഞാൽ എക്രോസ് അപ്നി റൂഹ് സെ പൂച്ചാക്ക് ദില്ലി ക്യാ ഹെ, ഒരിക്കൽ ഞാൻ എൻ്റെ ആത്മാവിനോട് ചോദിച്ചു എന്താണ് ദില്ലി. അപ്പോൾ എന്താണ് ആത്മാവ് ഉത്തരം പറഞ്ഞു, പിന്നെ ദുനിയാ മാനോ ജിസ്മ ഹെ, ദുനിയാവ് ഒരു ശരീരമായിട്ട് നീ മനസ്സിലാക്കിയാൽ ദില്ലി ഉസ്കി ജാൻ ഹെ, ദില്ലി അതിൻ്റെ ആത്മാവാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു നഗരത്തെ ഇത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗാലിബായിരിക്കും. അദ്ദേഹം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കലാപമുണ്ട്. ഈ കലാപത്തിന് മുമ്പ് അദ്ദേഹം ദില്ലിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ്. പക്ഷേ ബഹദൂർ ഷാ സഫറിനെ നമുക്കറിയാം, രണ്ടാമൻ, അദ്ദേഹമാണ് ലാസ്റ്റ് മുഗൾ എംപയർ. അദ്ദേഹം ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ദില്ലിയെക്കുറിച്ച് പറയുന്നത് വേറെ രൂപത്തിലാണ്. അദ്ദേഹം പറയുന്നത്, നെഹി ഹാലെ ദില്ലി സുനാനെ കെ കാബിൽ യെ കിസ്സാ ഹെ റോനെ റുലാനെ കെ കാബിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നെഹി ഹാലെ ദില്ലി സുനാനെ കെ കാബിൽ, ഇപ്പോഴത്തെ ദില്ലിയുടെ അവസ്ഥകളെ കേൾപ്പിക്കാനുള്ള കഴിവ് കാബിൽ എനിക്കിപ്പോൾ ഇല്ല. യെ കിസ്സാ ഹെ, ഇത് കഥകളാണ്. റോനെ റുലാനെ കെ കാബിൽ, കരയാനും കരയിപ്പിക്കാനുമുള്ള എന്ന് പറഞ്ഞാൽ ആ 1857 ശേഷം ദില്ലി എന്ന് പറയുന്ന നഗരം തന്നെ പൂർണ്ണമായി തകർക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഒരുപാട് പിന്നെ ബാസാർ സമുച്ചയങ്ങളും അതുപോലെ തന്നെ മദ്രസകളും ചില പള്ളികളെല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഗാലിബും പറയുന്നത് വെച്ചാൽ, ഞാൻ ഏതൊരു നഗരത്തെയാണ് ഇഷ്ടപ്പെട്ടത് ആ നഗരം ഇന്നില്ല, ആ നഗരം നശിച്ചു പോയിരിക്കുന്നു. ബഹദൂർ ഷാ സഫർ അതിനുശേഷം പറയുന്നുണ്ട്, പിന്നെ ലഗ്താ നഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത സമാഹാരം അല്ലെങ്കിൽ അദ്ദേഹം പാടി പറയുന്നൊരിതുണ്ട്, ലഗ്താ നഹി ഹെ ദിൽ മേരാ उजड़े दयार में किसकी बनी है आरज़ू नापायदार में. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നത്, കിത്നാ ഹെ ബദ്നസീബ് സഫർ ദഫൻ കെ ലിയേ ദോ ഗസ് ജമീൻ ഭീ ന മിലി കോയേ യാർ മേ എന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര നിർഭാഗ്യവാനായ ബഹദൂർ ഷാ സഫറാണ് താങ്കൾ. കാരണം സ്വന്തം രാജ്യത്ത് ഭരണാധികാരിയായിരിക്കെ പിന്നെ ദഫൻ ചെയ്യാൻ, എന്താണ് സ്വന്തം നാട്ടിൽ ഒരു പിടി 2 പിടി മണ്ണ് പോലും താങ്കൾക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അദ്ദേഹം സ്വയം അദ്ദേഹത്തെ പിന്നെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആ കവിതയിലൂടെ. ഒരു വിരഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് അദ്ദേഹം പോവുകയാണ്. കാരണം അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട് ബ്രിട്ടീഷുകാർ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കബറിടം ഉള്ളത് റങ്കൂണിലാണ്, മ്യാൻമാറിലാണ്. അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ അമീർ ഖുസ്രുവിടെ വന്നാൽ അമീർ ഖുസ്രു പറയുന്നുണ്ട്, പിന്നെ ഒരു മനുഷ്യൻ പിന്നെ ഷിറാസിന് വേണ്ടി, ഷിറാസ് എന്ന് പറഞ്ഞ നഗരമുണ്ട് ഇറാനിൽ, അതിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, മക്കൾക്ക് വേണ്ടി, മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിക്ക് വേണ്ടി ഒരു അറബി മനുഷ്യൻ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് പിന്നെ ദില്ലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും അമീർ ഖുസ്രു പോലും ആ നഗരത്തെ, കാരണം ഇവരുടെയൊക്കെ ഗസലുകളിലുള്ള ഒരു ദില്ലിയുടെ വർണ്ണന ശരിക്കും പറഞ്ഞാൽ ഒരു ദില്ലി എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ കാണുന്നൊരു ദില്ലി അല്ല അത്, നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ ഇവരൊന്നും ഇത്ര മനോഹരമായ ഗസലുകൾ ദില്ലിയെക്കുറിച്ച് എഴുതില്ല. ഒരു നഗരത്തെക്കുറിച്ച് ഒരാൾ ഇത്രയും മനോഹരമായി എഴുതണമെങ്കിൽ അവർ എത്രത്തോളം മനോഹരമാക്കി സംവിധാനിച്ചിട്ടുണ്ടാവണം ആ ഒരു നഗരം, അല്ലേ? നമ്മൾ വെറുതെ ഒരു ഇമാജിൻ ചെയ്ത് നോക്കിയേ. കാരണം സ്വർഗീയാരാമങ്ങൾ, അതുപോലെ ഇത്ര മോണമെൻസുകൾ, ഇതെല്ലാം ചെയ്തിട്ട്
അപ്പോൾ ഈ പേർഷ്യൻ ഗസലുകളിലൂടെ പിന്നെ മറ്റു രാജ്യങ്ങളിലും ദില്ലിയെക്കുറിച്ചിട്ടുള്ള പിന്നെ എന്താ പറയുക പ്രൗഢി അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക വാക്കുകൾ, നല്ല വാക്കുകളെല്ലാം ദില്ലി ഇത്ര മനോഹരമായ നഗരമാണ് എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ പോലും പിൽക്കാലത്ത് മറ്റു രാജ്യങ്ങളിൽ നടക്കാൻ കാരണം ഈ ഗസലുകളാണ്. കാരണം ഗസലുകൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന് തോന്നുകയാണ് ഒരു മനുഷ്യൻ എന്തിനാണ് അയാളുടെ കാലഘട്ടത്തിൽ ഒരു നഗരത്തിൽ ഇത്രയും പിന്നെ പ്രൗഢിയോടുകൂടി ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് അതിൻ്റെ മേന്മകളെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പഠനങ്ങളിൽ ദില്ലി ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് സിറ്റീസ് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള നഗരത്തിൻ്റെ ആസൂത്രണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ആർക്കിടെക്ചർ മാത്രമല്ല, ഒരു പിന്നെ നഗരം എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുക, അതിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് അന്നത്തെ കാലത്ത് കൃത്യമായി ചെയ്തു വെച്ചത്, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക എലമെൻറ്റുകൾ നമ്മൾ ഇനി പഠിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയാണോ ഇസ്ഫഹാനും സമർക്കന്തൊക്കെ ഉണ്ടായത് അതേപോലെ മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പോലെ ആയിട്ടുണ്ടാവാം ദില്ലി. അല്ലെങ്കിൽ അവരാരും ഇതിനെക്കുറിച്ച് ഇത്രയും പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. അമീർ ഖുസ്രു സംസാരിക്കുന്നു, ബഹദൂർ ഷാ സഫർ സംസാരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന ഫോറിനേഴ്സ് പോലും, ഇപ്പൊ ഇബ്നു ബത്തൂത്ത ദില്ലിയിലേക്ക് വരുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത ദില്ലിയിലേക്ക് വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. അദ്ദേഹം 9 വർഷം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ദർബാറിലെ കാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പറയുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട് ദില്ലിയെ കുറിച്ചിട്ട്, അതിന്റെ ബൃഹത്തായ ആ ഒരു കെട്ടുറപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ കിട്ടാത്ത പിന്നെ മറ്റും കിട്ടാത്ത ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്നു ബത്തൂത്ത. അപ്പോൾ പിന്നെ അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ആളുകൾ മാത്രമല്ല, പുറമേ നിന്ന് ഇത് ആ നഗരം വിസിറ്റ് ചെയ്ത ആളുകൾ പോലും ദില്ലിയെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു തിബിരീസി നഗരത്തെ പോലെ, ഇസ്ഫഹാൻ നഗരത്തെ പോലെ, ഖുറാസാനെ പോലെ, ഇസ്താംബൂളിനെയൊക്കെ പോലെ. കാരണം എന്താ വെച്ചാൽ ഇവരുമായിട്ടൊക്കെ വൈദേശികമായ വാണിജ്യ ബന്ധം അക്കാലത്ത് സൂക്ഷിച്ചിരുന്നു ദില്ലി. അത് ഇവരുടെ പിന്നെ പല പല ബയോഗ്രഫിയിൽ നിന്നും ഇവരുടെ തന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ കാരവൻസ് ഒക്കെ ഇങ്ങോട്ടേക്കും ഡൽഹിയിലേക്കൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഇവരൊക്കെ ഇത്രയും റൊമാൻറ്റിസൈസ് ചെയ്ത ഡൽഹി, ഞാനും കുറേ കാലമൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് നടന്നിരുന്ന ഡൽഹി, ഈ ആനന്ദും മുകുന്ദനൊക്കെ കുറേ പറഞ്ഞിരുന്ന ഡൽഹി, അങ്ങനെ എഴുതി പിടിപ്പിച്ചിരുന്ന ഡൽഹി, ആ ഡൽഹിയാണ് ഇന്ന് ആ ഡൽഹിക്ക് എന്തോ പറ്റിപ്പോയോ, ആ എഴുത്തുകാരൊക്കെ അവിടുന്ന് ഇങ്ങനെ മാറി പോകുന്നുണ്ട്, അവിടുന്നൊക്കെ അവരൊക്കെ കൂട് മാറി പോകുന്നുണ്ട്. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ഡൽഹിയാണോ ഇന്നുള്ള ഡൽഹി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി നിൽക്കണം. പക്ഷെ ഈ ഡൽഹിയെ കുറിച്ചുള്ള ഈ ഓർമ്മകളും അതിന്റെ ചരിത്രവും അന്ന് ഒരിക്കലും ഇങ്ങനെ നിൽക്കൂല. അപ്പൊ ആ കഥകളായിട്ട് നമുക്ക് ഇങ്ങനെ ഇനിയും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നടക്കും. ഇപ്പോ ഒരു ദില്ലിനാമ എന്ന് പറയുന്നത് ഞാൻ എൻ്റെതായ പിന്നെ യാത്രകളിലൂടെ കണ്ടെത്തിയ ചില വിവരണങ്ങളാണ്. നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ ദില്ലിയിലേക്ക് പഠിക്കാൻ തന്നെ വണ്ടി കയറുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവർ ആ നഗരത്തെ ഇനിയും പഠിക്കട്ടെ. അവിടെ ഒരുപാട് ലൈബ്രറികളുണ്ട്, പഴയകാല ലൈബ്രറികളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേർഷ്യയിലും ഉറുദുവിലും അറബി ഭാഷയിലൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ കാണാം. അതിലൊക്കെയും ദില്ലിയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു ധാരാളം ആർട്ടിസ്റ്റുകളും പണ്ഡിതന്മാരും ആ മണ്ണിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ എവിടെയാണ് മരണപ്പെട്ടതെന്നോ മറമാടിയത് എവിടെയാണെന്നോ അവരുടെ പേര് വിവരങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ അവരൊന്നും അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അപ്പം അത്രയും പവിത്രമാക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ദില്ലി. നമ്മൾ അങ്ങനെ കൂടി ഇതിനെ മനസ്സിലാക്കണം. എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പോ ഡൽഹിയിൽ നിന്ന് വന്ന പോലെയല്ല ഇനി തിരിച്ചു പോവാ. എനിക്ക് പുസ്തകം വെച്ചിട്ട് ഒന്നും കൂടി സ്ഥലങ്ങളൊക്കെ കാണണം. തീർച്ചയായും ഈ പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഇതിൽ ഓരോ പിന്നെ സ്ഥലത്തേക്കുമുള്ള എങ്ങനെയാണ് അവിടേക്ക് പോവേണ്ടതെന്നൊക്കെ നമ്മളിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മോണമെന്റ്സിലും പോകുമ്പോൾ ആ മോണമെന്റ്സിൽ നിങ്ങൾ ഏത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം, അതുപോലെ അതിന് നമുക്കൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂട്യൂബിലേക്ക് പോകും, അവിടെ ചെറിയൊരു വിവരണം നമുക്ക് ഉണ്ടാവും ആ ഇതിനെ കുറിച്ചിട്ടുള്ള. ചിലപ്പോൾ ഡൽഹി ടൂറിസം വകുപ്പ് തന്നെ ഇറക്കിയ വീഡിയോ ഒക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതൊരു ട്രാവൽ ഗൈഡായിട്ട് ഏതൊരാൾക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ്. അത് ഞാൻ പറയുന്ന ഡൽഹി പോകുന്ന ആളുകൾ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളൊരാളോട് ഒരു ഗൈഡിനോട് ഇതിന്റെ ചരിത്രം ചോദിച്ച് നിങ്ങൾ നടക്കേണ്ടി വരില്ല, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്.
പക്ഷെ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ പിന്നെ നല്ല പഠനങ്ങൾ പിന്നെ ട്രാവലോഗുകളായിട്ടൊക്കെ ഇനി വരണം. അപ്പോൾ അതിലേക്കുള്ള ഒരു വെളിച്ചമായിട്ട് മാറട്ടെ ഇത്തരം സംസാരങ്ങൾ. ഇതൊരിക്കലും ഒരു പിന്നെ എൻഡാവാതെ കണ്ടിന്യൂറ്റി ഇതിനുണ്ടാവട്ടെ. ഒരുപാട് കഥകളായിട്ട് നമുക്ക് കഥകളും അതുപോലെ യാഥാർത്ഥ്യങ്ങളും എല്ലാം ഇതൊക്കെ ചേരുന്നുള്ള ചരിത്രം. അതെ. അപ്പോൾ ഇതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്.